വോ 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 സൂപ്പറാണല്ലോ, അടിപൊളിയാണ് മക്കളെ. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ പായ്ക്കിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള മുഖത്തെ തിളക്കം നോക്കി, നല്ല തിളക്കവും നല്ലൊരു ബ്രൈറ്റ്നെസ്സും കിട്ടിയിട്ടുണ്ട്. നല്ല ചെറിയൊരു വെയിലുണ്ട് ഇവിടെ, ഒരു 4 മണി വെയിൽ. അപ്പം കണ്ടോ, സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യുന്നത് കണ്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ ഒരു പായ്ക്കൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, മുഖമൊക്കെ നന്നായിട്ട് തിളങ്ങും നമ്മുടെ. അപ്പം അടിപൊളി ഒരു പായ്ക്കാണ് കേട്ടോ. ഹലോ ചക്കരകളെ, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ഈ ഒരു പുതുവർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെതുമായിരിക്കട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി ഞാൻ എൻ്റെ ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട്, ഈ ഒരു പുതുവർഷമായിട്ട് നമുക്കൊരു സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ചെയ്താലോ. അതായത് നിറം കുറഞ്ഞവർക്ക് പോലും എല്ലാവർക്കും ഒരാഗ്രഹമാണ്, നിറം കുറഞ്ഞവർക്കാണെങ്കിലും ഒരാഗ്രഹമാണ് ഒന്ന് സ്കിന്നൊന്ന് നെക്സ്റ്റ് ഒരു കളർ കിട്ടണമെന്നല്ലേ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് സ്കിൻ ബ്രൈറ്റ് ചെയ്താലോ. അതായത് ഇപ്പോൾ ഒരു ഏജ് കഴിഞ്ഞവർക്കാണെങ്കിലും പെട്ടെന്ന് മുഖം കരിവാളിപ്പടിക്കും. അതായത് ഒന്ന് പുറത്തോട്ട് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ടാൻ അടിച്ച് കയറും. അതുപോലെ ചെറുപ്പക്കാരിലും ഉണ്ട് ഈ ഒരു പ്രശ്നം. വെയിലടിക്കുമ്പോൾ ടാൻ ആകുന്ന പ്രശ്നമല്ല. അപ്പോൾ നമുക്കൊന്ന് എന്തെങ്കിലും ഫംഗ്ഷൻ ഒന്ന് പോവുകയാണെങ്കിലും അതുപോലെ പുറത്തോട്ടൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ മുഖമെല്ലാം അപ്പടി കരിവാളിച്ചിരിക്കുന്നല്ലോ, എന്നാ ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്നൊന്ന് വെളുക്കാനായിട്ട് എന്താ ചെയ്യുന്നത്, എൻ്റെ പെട്ടെന്ന് എൻ്റെ മുഖത്തിനൊന്ന് ബ്രൈറ്റ് ആവാൻ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ. നമ്മുടെ മുഖം പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മുടെ കൈയും കാലും ഒക്കെ ഇച്ചിരി ഡാർക്ക് അടിച്ചിരുന്നാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ മുഖം നോക്കുമ്പോൾ നമുക്ക് ഒരു വിഷമോ അല്ലെ, ഒന്നും ഡാർക്ക് അടിച്ചിരുന്നാൽ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനായിട്ടൊരു പരിഹാരമാണ് എന്ന് പറയുന്നത്. അതായത് നല്ലൊരു ബ്രൈറ്റനിങ് പായ്ക്കാണ്. നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് അധിക സമയമൊന്നും വേണ്ട, മുഖത്ത് വെച്ചൊന്ന് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ് ആകും. എത്ര ഇരുണ്ട നിറക്കാർക്കും നല്ല സ്യൂട്ടാകുന്നൊരു പായ്ക്കാണ്. ആർക്കും എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് കളർ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. റിങ്കിൾസ് കുറയാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് കൂടാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നറിഞ്ഞിട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എന്താണ്, നല്ല രീതിയിൽ സ്കിന്നൊന്ന് തിളങ്ങാനായിട്ട്, നല്ലൊരു തിളക്കത്തോടു കൂടി നല്ലൊരു ബ്രൈറ്റ്നെസ്സോട് കൂടിയും ഒക്കെ ഇരിക്കാൻ, നല്ല ഷൈനിങ്ങോടുകൂടിയൊക്കെ ഇരിക്കാനായിട്ടുള്ള അടിപൊളി ഒരു പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ എന്താണ്, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ബ്രൈറ്റ് ആകാൻ, സ്കിന്ന് ബ്രൈറ്റ് ആകാനുള്ള ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്ന നോക്കിയാലോ. എന്നാൽ എല്ലാവരും ഒന്ന് ഓടി വന്നേ. അപ്പം നമ്മുടെ മുഖം പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് വെളുക്കാൻ സഹായിക്കുന്ന ആ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഇതാർക്കും ചെയ്യാൻ കേട്ടോ. പ്രായഭേദമന്യേ ആർക്കും ചെയ്യാം. അതായത് 12 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ ആർക്കും ഇടാവുന്ന ഒരു പായ്ക്കാണ്, നാച്ചുറൽ പായ്ക്ക്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കുന്നതാണ് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിതിന് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു 3 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ കുറച്ച് പകുതി കുറച്ച് പാകം എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസ് എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ, ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് റാഗി പൗഡർ കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യല്ലേ, ഇതാണ് മെയിൻ താരം, റാഗി പൗഡർ. അപ്പം ഇത് റാഗി പൗഡർ എടുക്കണം. ഒരു വലിയ ടേബിൾ സ്പൂൺ, ഈ ഒരു ടേബിൾ സ്പൂണ് 1.25 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ചെറിയ ടീസ്പൂണല്ല, ഈ ഒരു ടേബിൾ സ്പൂണ് 1.25 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ കോഫി പൗഡറാണ്. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ 2 രൂപയുടെ സാഷ പാക്കറ്റാണ്. നിങ്ങളുടെ വീട്ടിൽ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വാങ്ങിക്കുക. 2 രൂപയുടെ സാഷ പാക്കറ്റ് മാത്രം മതി കേട്ടോ. അപ്പം ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ചെമ്പരത്തിപ്പൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നേരത്തെ ഞാനിത് പ്രിപ്പയർ ചെയ്ത് വെച്ചേന്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഞെടുപ്പ് കളഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ട് അരച്ചാൽ അരയത്തില്ല. ഒരു കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഒരു നല്ലപോലെ ഒന്ന് സ്മാഷാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. അതെ, ഡ്രൈ സ്കിന്നുകാർ ഇതിൻ്റെ കൂട്ടത്ത് ഒരു 2 വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ മിക്സ് ചെയ്യുക. നിങ്ങളിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇല്ലെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ, നിങ്ങൾക്ക് കുരുക്കളൊന്നും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാണെങ്കിൽ വെളിച്ചെണ്ണയോ ഇല്ലെങ്കിൽ നല്ലെണ്ണയോ ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർക്കുക. അത് ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം ചേർത്താൽ മതി. ഇപ്പോഴല്ല ചേർക്കേണ്ട, ഞാൻ പറയാം എപ്പോഴാണ് ചേർക്കേണ്ടതെന്നുള്ള കാര്യം.
അപ്പോൾ ഇത് എൻ്റെ സ്കിന്നിന് പറ്റിയതാണ്. ഇപ്പോൾ എൻ്റെ ചെറിയ ഒരു ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് ഞാൻ വേറൊരു എണ്ണയും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പം ഈ ഒരു നമ്മുടെ ചെമ്പരത്തിപ്പൂ ചതച്ചത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ബീട്രൂട്ടിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെവിടി കൊടുക്കുവാണ്. കാരണം നമ്മുടെ ഈ ഒരു ചെമ്പരത്തിയുടെ പൂ തന്നെ നമ്മൾ പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ ആ ഒരു സത്ത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും കൂടെ ഒരു ഗുണം നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കണം. എല്ലാം ആ ഒരു നമ്മുടെ ഒരു ചെമ്പരത്തിപ്പൂ ഇതിനകത്തോട്ട് മിക്സായി കിട്ടുന്ന പോലെ നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക. വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിക്കുക. ഇത് വളരെ കുറച്ചായതുകൊണ്ടാണ് ഞാൻ മിക്സിയിലിട്ട് അടിക്കാത്തത്. നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കുവാണെങ്കിൽ നല്ലതാണ്. നല്ലപോലെ മാഷ് പോലെ ആക്കിയിട്ട് നമുക്ക് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് എൻ്റെ മിക്സിയുടെ ചെറിയ ജാറിൽ അരയാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടി കാണിക്കുന്നത്. നിങ്ങൾക്ക് അരയുന്ന മിക്സിയുടെ ജാറാണെങ്കിൽ അതുപോലെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് നമ്മളിനി അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ചെയ്ത കൂട്ട് ഇട്ട് കൊടുക്കുക. ഈ നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെ നമ്മുടെ സ്കിന്നിന് കളർ കിട്ടാനായിട്ടും റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട്, അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡർ, ഈ ഒരു എല്ലാ സാധനങ്ങളും തന്നെ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ് കിട്ടാനായിട്ടും റിങ്കിൾസ് കുറയ്ക്കാനായിട്ടൊക്കെ നല്ല സാധനമാണ് ചെമ്പരത്തിയുടെ. നമ്മുടെ ആ ചെമ്പരത്തിയുടെ ഒരു എന്താ പറയുക പൂവൊക്കെ നമ്മൾ ഹെയറിനും സ്കിന്നിനും ഒരുപോലെ നല്ലതാണ് കേട്ടോ. ലിക്വിഡ് എടുത്ത് നമ്മുടെ ഫേസിൽ തേക്കുവാണെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് നന്നായിട്ട് തേക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ബീട്രൂട്ടൂടെ മിക്സ് ചെയ്ത് മാത്രമേ പിഴിഞ്ഞെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തിപ്പൂ തന്നെ പിഴിഞ്ഞെടുക്കുമ്പം ജ്യൂസ് കിട്ടാൻ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം അന്നേരം നല്ലൊരു കൊഴുകൊഴുത്ത ഒരു ദ്രാവകമാണ് നമുക്ക് കിട്ടുന്നത്. നല്ലപോലെ പ്രസ് ചെയ്ത് തന്നെ അരിപ്പ വെച്ച് പിഴിയണം, എന്നാലേ ഈ ഒരു ജ്യൂസ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ 1.25 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മതി നമുക്ക് കേട്ടോ. ഒരു മുഖത്ത് നമുക്ക് ഒരാൾക്ക് തേക്കാനായിട്ടാണ് 1 ടേബിൾ സ്പൂൺ മതി. ഇനി നമുക്ക് നമ്മുടെ കോഫി പൗഡർ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്തത് നമ്മുടെ റാഗി പൗഡറാണ് കേട്ടോ, 1 ടേബിൾ സ്പൂൺ ചേർത്ത്. ഇനി കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയുടെ 2 രൂപയുടെ പാക്കറ്റ്. ഓക്കെ, കോഫി പൗഡർ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇനി ഈ സമയത്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സാധനം, അതായത് ഡ്രൈ സ്കിന്നുകാർക്ക് ഇതിനകത്തേക്ക് ഒരു 2 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ, ഇല്ലയെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ നല്ലെണ്ണയോ, നിങ്ങൾക്ക് ഏത് ഓയിലാണ് നിങ്ങളുടെ ഫേസിൽ സ്യൂട്ടാകുന്ന ആ ഒരു ഓയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഓയിലി സ്കിൻ ആണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട, ഇത്രയും മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കറക്റ്റ് ഒരു ഫേസ് പാക്കിൻ്റെ ഒരു ഇതാണോ കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് വേണം നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാനായിട്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിലും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടായിരിക്കും ഞാൻ പിന്നെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി എടുത്തപ്പം ഈ ഒരു റാഗി പൗഡർ 1.25 ടേബിൾ സ്പൂൺ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 1 ടേബിൾ സ്പൂൺ അതിനകത്ത് മിക്സ് ചെയ്തുള്ളൂ. കാരണം അന്ന് ഞാൻ എടുത്തപ്പോൾ അത്രയും ഉണ്ടായിരുന്നു, അത്രയും വേണമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ജ്യൂസിന് ഇച്ചിരി കുറവ് വന്നു, അതുകൊണ്ടാണ് ആ ഒരു ഇത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഒത്തിരി കട്ടയായും പോരുത്, ഒത്തിരി ലൂസായും പോരുത്. ഈ ഒരു ഇങ്ങനെ രീതിയിലായിരിക്കണം കിട്ടുന്നത്. 2 തുള്ളി ഗ്ലിസറിനൂടെ ചേർക്കാം. ഞാൻ ചിലപ്പോൾ 2 തുള്ളി എന്ന് പറയുമ്പോൾ ഒരു 3 തുള്ളിയൊക്കെ വീഴും കേട്ടോ. കാരണം ഇങ്ങനെ ഒഴിക്കുമ്പം ഉണ്ടോ 2-3 തുള്ളി വീണു. 2-3 തുള്ളി വീണാന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതുകൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഗ്ലോ കൂട്ടാൻ സഹായിക്കുന്നു. എല്ലാ ബ്യൂട്ടി പ്രൊഡക്റ്റിനകത്തും നമ്മുടെ ഈ ഒരു ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് കേട്ടോ. സ്കിന്നിന് നല്ലതാണ്. ഡയറക്റ്റ് ഒരിക്കലും ഗ്ലിസറിൻ ഫേസിൽ പുരട്ടരുത്. അപ്പം നമ്മുടെ ഒരു ഫേസ് പാക്ക് നമ്മളിത് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ചുവന്നിരിക്കുന്ന ഒരു ഫേസ് പാക്ക്. ബീട്രൂട്ടും ചെമ്പരത്തിയുടെ പൂവും ഒക്കെ അതുകൊണ്ട് തന്നെ നല്ലൊരു കളർഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 2-3 ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കാം. നിങ്ങൾക്ക് നല്ല നിറം കുറഞ്ഞ ആൾക്കാരൊക്കെയാണ് കുറച്ച് ദിവസം അടുപ്പിച്ചിടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. മുഖമെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കുക. അപ്പം ഞാൻ എൻ്റെ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ വാഷ് ചെയ്തതിന് പ്രത്യേക സമയം കാണിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയാം അല്ലെങ്കിൽ തന്നെ വീഡിയോ നീണ്ടു പോകുന്ന എല്ലാവർക്കും പരാതിയാണ്. അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ബ്രഷൊന്നും എടുത്തിട്ടില്ല, കൈകൊണ്ടാണ്. കാരണം ഈ ഒരു നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു വഴുവഴുപ്പ് പോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് താഴോട്ട് ചിലപ്പോൾ വീഴും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ കൈകൊണ്ട് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട്
അപ്പോൾ നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, അതെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ കണ്ണിന് ഈ ഒരു കറുപ്പൊക്കെ ഉള്ളവർക്ക് കണ്ണിന് ചുറ്റിനും ഇടാം കേട്ടോ, ഒരു പ്രശ്നവും യാതൊരു അലർജിയും അലർജിയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് എല്ലാ സ്കിന്നിനും ഓൾ ടൈപ്പ് സ്കിന്നിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇടുമ്പോൾ നമ്മൾ എപ്പോഴും കട്ടിക്കിടുക, അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തുള്ള പായക്കിടുമ്പോൾ റിസൾട്ട് കൂടുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കും. കഴുത്തിൽ വിടാം കേട്ടോ, ഞാനിപ്പോൾ കഴുത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ എല്ലായിടത്തും നല്ലപോലെ വരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് 20-22 മിനിറ്റ് വരെ വെക്കാം മുഖത്ത് കേട്ടോ. കുറച്ചുകൂടെ 25 മിനിറ്റ് വരെ വെച്ചാലും കുറച്ചും കൂടെ നല്ല റിസൾട്ടാണ്. അപ്പം ഞാൻ എന്തായാലും 20 മിനിറ്റ് വെക്കുന്നുണ്ട്, വെച്ചിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പം നോക്കിക്കേ, നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്, നല്ലപോലെ കട്ടിക്കാണ് ഇട്ടേക്കുന്നത്. അപ്പം നമുക്കൊന്ന് തുടച്ച് നോക്കാം അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നേ. ഒരു വെള്ളം ഒന്ന് തൊട്ട് ഇതാക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമല്ലേ. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് നനച്ചിട്ട് എന്നിട്ട് നമുക്കൊന്ന് തുടച്ച് നോക്കാം. വോ സൂപ്പറാണല്ലോ മക്കളെ, അടിപൊളി ബ്രൈറ്റ്നസ് കണ്ടോ, സൂപ്പറല്ലേ. പെട്ടെന്ന് നമ്മുടെ മുഖം ഇൻസ്റ്റൻ്റായിട്ട് വെളുക്കാൻ ഇത് കണ്ടോ, നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഷൈൻ ആവും സ്കിൻ, നല്ല സോഫ്റ്റ് ആവും, നല്ല രീതിയിൽ സ്കിന്ന് ബ്രൈറ്റായി കണ്ടോ. മൂക്കര ഞാനിപ്പോൾ എടുക്കുന്നില്ല, മൂക്കര നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക, കാരണം ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെ പോകാനായിട്ട് നല്ലതാണേ. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടെടുക്കാം മൂക്കിലൊക്കെ. ഇവിടെ എല്ലാം വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കണേ. നല്ലപോലെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് വേഗം ഡ്രൈ ആവും. അതുകൊണ്ട് ഓയിൽ അവർ മസ്റ്റായിട്ട് അതിനകത്ത് എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂളോ ഏതെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന ഓയിലോ നിങ്ങൾ ഇട്ട് കൊടുക്കണേ. തിളക്കം കിട്ടും നമുക്ക്, ഡെഡ് സ്കിന്നെല്ലാം പോയിട്ട്. മൂക്കും ഇവിടെ ഒക്കെ നല്ലപോലെ ഒന്ന്, പിന്നെ ഇവിടെ ഒക്കെ ഡാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉരച്ച് കൊടുക്കും, നല്ലതാണ്. അടിപൊളി സ്കിന്ന് ബ്രൈറ്റ് ആകാനായിട്ട് കണ്ടോ, ഇത് നല്ലപോലെ സ്കിന്ന് നല്ലതായിട്ട് ബ്രൈറ്റായി. അപ്പോൾ ആ പായ്ക്കിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള മുഖത്തെ തിളക്കം നോക്കി, നല്ല തിളക്കവും നല്ലൊരു ബ്രൈറ്റ്നെസ്സും കിട്ടിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ലൊരു ബ്രൈറ്റ്നെസ്സാണ് കിട്ടിയേക്കുന്നത്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. എനിക്ക് നല്ല തിളക്കം, എന്താ വെയിലടിക്കുമ്പോൾ കണ്ടോ എന്തൊരു തിളക്കമാണ് ഫേസിന് നോക്കി, ആ പായ്ക്കിട്ടേൻ്റെയാണ്. അപ്പോൾ അടിപൊളി പായ്ക്കാണ് കേട്ടോ, നല്ല ഒരു തിളക്കമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, വെയിലത്തോട്ടൊക്കെ നിൽക്കുമ്പോൾ കണ്ടോ മുഖമൊക്കെ നല്ലൊരു ഗ്ലോ ചെയ്യുന്നു നോക്കി കണ്ടോ. ചെറിയൊരു വെയിലുണ്ട് ഇവിടെ, ഒരു 4 മണി വെയിൽ. അപ്പം കണ്ടോ സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ സൂപ്പർ ഒരു പായ്ക്കാണ്, നല്ലപോലെ സ്കിൻ ബ്രൈറ്റനാക്കുന്ന ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഫേസ് പായ്ക്കാണ്. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതെന്താണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ, അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇതിന്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ഒന്നും കൂടെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.